നമസ്കാരം. ചില വാർത്തകൾ വെറും വാർത്തകളല്ല, അവ അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രതിധ്വനിക്കുന്ന ചോദ്യങ്ങളാണ്. ചില സമൻസുകൾ വെറും കടലാസുകളുമല്ല, അവ രാഷ്ട്രീയത്തിന്റെ പിടിപ്പിൽ ചെയ്തു കൂട്ടിയ നെറുകേടിന്റെ കഴുത്തിലേക്ക് നീളുന്ന അന്വേഷണത്തിന്റെ വിരലുകളാണ്. ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് അത്തരമൊരു നിമിഷത്തെയാണ്. മാസപ്പടി വിവാദത്തിൽ ഇ ഡി സമൻസ് എത്തിയപ്പോൾ ഉയരുന്നത് ഒരു ചോദ്യം മാത്രമല്ല, ഒട്ടേറെ ചോദ്യങ്ങളുടെ കൊടുങ്കാറ്റാണ്. നിയമത്തിന്റെ വെളിച്ചത്തിന് മുന്നിൽ യഥാർത്ഥ പ്രതികൾ മുഖംമൂടി മാറ്റി തെളിവുകളോടെ നിൽക്കുമ്പോൾ നിരപരാധി എന്ന് മുറവിളി കൂട്ടുന്ന അവരുടെ നേടുകൾ എത്ര ദൂരം ഓടും, എവിടെ ഒളിക്കും? മാസങ്ങളായി കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്ന CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് വിവാദത്തിൽ പുതിയ വഴിത്തിരിവാണ് ഇ.ഡി. സമൻസ്. അന്വേഷണ ഏജൻസി ഇപ്പോൾ നേരിട്ട ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ രേഖകളും വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ എന്നാൽ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് നാളെ ഹാജരാകാനാകില്ല എന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നും വീണ ഇ.ഡിയെ ഇമെയിൽ വഴി അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ നാളെ ഹാജരാകാനാണ് വീണയോട് ആവശ്യപ്പെട്ടിരുന്നത്. അവധി അപേക്ഷയിൽ ഇ.ഡിയുടെ തീരുമാനം ഇന്ന് വീണയെ അറിയിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുള്ള അവധി അപേക്ഷകൾ ഇ.ഡി പരിഗണിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശിക്കുക. ഒരു ദിവസം അവധി അനുവദിച്ചാലും മറ്റൊരു ദിവസം നേരിട്ട് ഹാജരാകണമെന്നാണ് വ്യവസ്ഥ. CMRLുമായി ബന്ധപ്പെട്ട് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന SFIO കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടുകളാണ് ഇ.ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച 2.78 കോടി രൂപയും എംപവർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം രൂപയുടെ വായ്പയുമാണ് അന്വേഷണ പരിധിയിലുള്ളത്. നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക വിവരങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യം ചെയ്യൽ. CMRL MD ശശിധരൻ കർത്ത, മകൾ ശരണസ് കർത്ത, കുടുംബാംഗങ്ങൾ, കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ തുടങ്ങിയ 9 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശശിധരൻ കർത്തയോട് തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ഒരു കേസിന്റെ യഥാർത്ഥ ശക്തി ആരോപണങ്ങളിലല്ല, ഉത്തരങ്ങളിലാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ അവയെ നേരിടുകയാണ് ജനാധിപത്യത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും അടിസ്ഥാന തത്വം. എന്നാൽ ഓരോ പുതിയ സമൻസും പുറത്തു വരുമ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന സംശയങ്ങൾ കൂടുതൽ കനക്കുകയാണ്. കാരണം അന്വേഷണത്തിന്റെ പരിധി ചുരുങ്ങുന്നില്ല, മറിച്ച് വ്യാപിക്കുകയാണ്. രാഷ്ട്രീയ ചരിത്രം പറയുന്നത് ഒരു സത്യമാണ്. അധികാരത്തിന്റെ കൊട്ടാരങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണി പ്രതിപക്ഷമല്ല, മറുപടി ലഭിക്കാത്ത ചോദ്യങ്ങളാണ്. ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ സംശയത്തിന്റെ വിത്ത് വീണാൽ അതിനെ ഇല്ലാതാക്കാൻ പ്രസംഗങ്ങൾ മതിയാകില്ല. വ്യക്തതയും വിശ്വാസ്യതയും മാത്രമാണ് അതിനുള്ള മരുന്ന്. ഇന്ന് നിയമത്തിന്റെ മേശപ്പുറത്ത് കിടക്കുന്നത് വെറും ഫയലുകളല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഒരു വശം, ആരോപണ വിധേയർ പറയുന്നത് മറുവശം. എന്നാൽ അന്തിമ വാക്ക് പറയേണ്ടത് കോടതികളും നിയമ നടപടിക്രമങ്ങളുമാണ്. അതുവരെ ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ പൊതുചർച്ചകളെ കൂടുതൽ സജീവമാക്കും. ഒരു സമൻസ് കൊണ്ട് ആരും കുറ്റക്കാരനാകുന്നില്ല. പക്ഷേ ഒരു സമൻസ് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ പൊതുജീവിതത്തിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതാണ് ഈ കേസിനെയും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. അന്വേഷണത്തിന്റെ അടുത്ത അധ്യായങ്ങൾ എന്തായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ? നിയമപരമായ പ്രതിസന്ധി കൂടുതൽ കടുക്കുമോ? ഇന്ന് കേരളം കാത്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രതികരണങ്ങളെ അല്ല, വസ്തുതകളെയാണ്. കാരണം ചരിത്രം വിധിയെഴുതുന്നത് മുദ്രാവാക്യങ്ങൾ കേട്ടല്ല, തെളിവുകൾ പരിശോധിച്ചാണ്. അന്വേഷണത്തിന്റെ ഈ വഴിത്തിരിവിൽ ഒരു കാര്യം മാത്രം ഉറപ്പാണ്: ചോദ്യങ്ങളുടെ നിഴൽ ഇപ്പോൾ കൂടുതൽ നീളുകയാണ്. ആ നിഴലിനപ്പുറം സത്യമാണോ അതോ കൂടുതൽ വിവാദങ്ങളാണോ കാത്തിരിക്കുന്നത് എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.